ചക്കപ്പഴം എന്ന പരമ്പരയിലെ സുമേഷ് എന്ന കഥാപാത്രത്തിലൂടെ ശ്രദ്ധേയനായ അഭിനേതാവാണ് മുഹമ്മദ് റാഫി. റാഫിയും റാഫിയുടെ ഭാര്യ മഹീനയും യൂട്യൂബിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും പ്രേക്ഷകർക്ക് സുപരിചിതയാണ്. തന്റെയും ഭർത്താവിന്റെയും വിശേഷങ്ങളും സന്തോഷ നിമിഷങ്ങളുമൊക്കെ മഹീന ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞുവെന്നാണ് ആളുകൾ പറയുന്നത്. അതിന് പിന്നിലും ഒരു കാരണമുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മഹീന ദുബായിലാണ് താമസം. സെലിബ്രിറ്റികളുടെ ജീവിതത്തിലും സോഷ്യൽ മീഡിയ പേജിൽ പോലും വരുന്ന ചെറിയ മാറ്റങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവരാണ് ആരാധകർ. അതിനാൽ തന്നെ മഹീന തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ വരുത്തിയ മാറ്റമാണ് ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞോ എന്ന തരത്തിലുള്ള സംശയങ്ങൾക്ക് തുടക്കം കുറിച്ചത്. മഹീന മുന്ന എന്നാണ് ഇൻസ്റ്റഗ്രാമിൽ കൊടുത്തിരിക്കുന്ന പ്രൊഫൈൽ നെയിം. അടുത്തിടെ വരെ മഹീനയുടെ പേരിനൊപ്പം റാഫിയുടെ പേരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പേരിൽ നിന്നും റാഫിയെ മഹീന എടുത്തു കളഞ്ഞപ്പോൾ ആരാധകരിൽ നിന്നും ചോദ്യങ്ങൾ ഉയർന്നു. റാഫിയുമായി ഡിവോഴ്സ് ആയോ എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. പൊതുവെ വിവാഹമോചനത്തിന് ഒരുങ്ങുന്ന സെലിബ്രിറ്റികളാണ് സോഷ്യൽ മീഡിയ പേജിൽ നിന്നും പങ്കാളിയുടെ പേര് നീക്കം ചെയ്യുന്നത്. അതേസമയം ഇക്കാര്യത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് മഹീന. ഡിവോഴ്സ് ആയാൽ മാത്രമേ പേര് മാറ്റാൻ പാടുള്ളൂ. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. കുറച്ചുപേർ തന്നോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് പേര് മാറ്റിയതെന്ന്. അത് എന്റെ ഇഷ്ടമല്ലേ, പേര് മാറ്റിയാൽ ഡിവോഴ്സായി എന്നാണോ അർത്ഥം? ഒരാൾ ഡിവോഴ്സ് ആകാൻ കാത്തിരിക്കുകയാണ് പലരുമെന്നാണ് മഹീന പറയുന്നത്. മറ്റുള്ളവരുടെ കാര്യത്തിലാണ് എല്ലാവർക്കും ശ്രദ്ധ. ദുബായിലേക്ക് വന്ന ശേഷം ഡിവോഴ്സ് ആയോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ എന്റെ ഭർത്താവുമായി നല്ലതുപോലെ വഴക്കിടുകയും അടികൂടുകയും ചെയ്യാറുണ്ട്. ഇടയ്ക്കൊക്കെ അൺഫോളോയും ചെയ്യും. അതിനുശേഷം വീണ്ടും ഫോളോ ചെയ്യും, വീണ്ടും അടിയാകും. അങ്ങനെയൊക്കെയാണെന്നാണ് മഹീന പറയുന്നത്. എന്നാൽ ഞങ്ങൾ തമ്മിൽ ഇതുവരെയും വേർപിരിഞ്ഞിട്ടില്ല. റാഫിക്ക് ഇപ്പോൾ ഷൂട്ടിലാണ്, സിനിമയിൽ അഭിനയിക്കുകയാണ്. താനിപ്പോൾ ദുബായിൽ എത്തിയിരിക്കുന്നത് ജോലിയുടെ ആവശ്യത്തിനായിട്ടാണ്. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആരും മെനഞ്ഞെടുക്കേണ്ടതില്ലെന്നാണ് സോഷ്യൽ മീഡിയ തന്നെ പറയുന്നത്.